ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ ഇൻ വിർഗോ കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി അത് ചൊവ്വാഴ്ചയായിരുന്നു. ഓക്കെ, പക്ഷെ അതിന്റെ എനർജി എന്തായാലും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അതിപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ലൂണാർ എക്ലിപ്സ് പൗർണമിയുടെ എനർജി നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗിൽ നോക്കുന്നത്. പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ പൊതുവായിട്ടും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ബന്ധങ്ങളിലും എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെയും പോലെ 3 ചിത്രങ്ങളുണ്ട്. തമ്മില് ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ പൗർണമി അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, ഈ 2 എന്താ പറയണ്ടേ സംഭവങ്ങളുടെ എനർജി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിലെ പൊതുവെ അവരുടെ ജീവിതത്തിനെ എങ്ങനെയാണ് ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, പൊതുവേ ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്, നിങ്ങൾ അവിടെ നിങ്ങളുടേതായ ചില ആക്ഷൻസ് എടുക്കേണ്ട ചില മേഖലകളൊക്കെ ഉണ്ട്. അവിടെ കൂടുതൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ഓക്കെ ആ ഒരു എന്താ പറയാ അനാവശ്യ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന പ്രവണത കുറയുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ കൂടുതൽ നിങ്ങൾ എവിടെയൊക്കെ ആക്ഷൻ എടുക്കണമോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താ പറയാ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നു. പിന്നെ പൊതുവെ ഒരു ബാലൻസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില സത്യങ്ങളായിരിക്കാം പുറത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ചില സത്യങ്ങൾ, ചില ക്ലാരിറ്റി ഒക്കെ നിങ്ങളിൽ, വ്യക്തത ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ പൊതുവെ ഒരു പ്രോഗ്രസ്, ജീവിതത്തിൽ ഒരു ഫോർവേഡ് മൂവ്മെന്റ്, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, ഒരു മുന്നോട്ട് പോക്കില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ അത് നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ തുടക്കങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, അതുപോലെ യാത്രകൾക്കും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് യാത്രകൾക്കൊക്കെ അവസരം കിട്ടാനും സാധ്യത ഉണ്ട്. പൊതുവെ ഇത് കാണിക്കുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുന്നതാണ്, മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ പല പുതിയ തുടക്കങ്ങൾ, പുതിയ എനർജീസ് ഒക്കെ ജീവിതത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, നിങ്ങൾ അത് അനുഭവിക്കാനുള്ള സാഹചര്യം കാണുന്നു. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1 കരിയറുമായി ബന്ധപ്പെട്ട് ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് അവരുടെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഗ്രൂപ്പ് 1ന്റെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Clarify the Magician, clarify the Three of Cups, clarify Three of Cups. ഓക്കെ, കരിയറിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷിഫ്റ്റ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റം. പക്ഷേ നമുക്ക് ഇവിടെ സ്പ്രെഡ് കണ്ടാൽ അറിയാം അതൊരു എന്താ പറയാ മോശമായിട്ടുള്ള ഒരു മാറ്റമല്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ, നിങ്ങൾ കരിയറിൽ എന്താണോ വേണം എന്ന് ആഗ്രഹിക്കുന്നത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, അതാണ് ഭാഗ്യം തുണയ്ക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് കരിയറിൽ. അപ്പോൾ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത പക്ഷെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാറ്റം. അപ്പൊ അത് ഡെഫിനറ്റ്ലി അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമാണ്, പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ റിച്വൽ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു, കാരണങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ കുറെ ഭാഗ്യം തുണയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കരിയറിൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. അത് ആ ഒരു കൃത്യസമയം, അത് നടക്കേണ്ട സമയത്ത്
വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നതും നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ആ കൃത്യസമയമായപ്പോൾ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് വളരെ എളുപ്പത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇതാണ് ഡിവൈൻ ടൈമിങ്, ഈ ടൈമിൽ നടന്നുകൊണ്ടാണ് ഇത് ഇത്രയും എഫേർട്ട്ലെസ്ലി ഈസിലി എൻ്റെ ലൈഫിലേക്ക് എൻ്റെ യാഥാർത്ഥ്യമായിട്ട് വന്നത്. ഇതിന് മുൻപ് നടക്കാഞ്ഞതും ഞാൻ അത് ഡിവൈൻ ടൈമിങ് ആവാത്തത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നതും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ബന്ധങ്ങളിൽ ഗ്രൂപ്പ് 1ന്റെ ബന്ധങ്ങളിൽ ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? Clarify the Hermit. Clarify the Death. Empress. Okay, Hierophant കാർഡാണ് നമുക്ക് അണ്ടർലൈൻ എനർജി ആയിട്ട് കാണുന്നത്. വിവാഹത്തിന്റെ ഒക്കെ നോക്കുന്ന ആക്റ്റീവ്ലി വിവാഹമൊക്കെ നോക്കുന്നവരാണ് എങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ ഒന്ന് ഫിക്സ് ആകാനും ഒക്കെ സാധ്യത കാണുന്നു. ഓക്കെ, ഒരു പക്ഷെ ഇതിന് മുൻപ് വന്ന ഏതെങ്കിലും ഒരു അലയൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതെ പോയത് ചിലപ്പോൾ അതേ വ്യക്തി തന്നെ ആയിരിക്കാം കേട്ടോ. ആ റിലേഷൻ ആ പ്രപ്പോസൽ തന്നെ ആയിരിക്കും വീണ്ടും വരുന്നതും പിന്നെ അതിപ്പോ വിവാഹത്തിലേക്ക് പോകുന്നതും. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. സെക്കൻഡ് ചാൻസിന്റെ ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇപ്പോൾ തീരെ കോണ്ടാക്ട് ഇല്ലാത്ത ചില ആളുകളുണ്ടാവും. നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത ഒരു ബന്ധം അവസാനിപ്പിച്ച പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതായിട്ട് ആ വ്യക്തിക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചില ബന്ധങ്ങൾ അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ഒരു തറോ ആയിട്ട് നിങ്ങൾ ഈ ചില ബന്ധങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് നല്ലതാണോ, ഈ വ്യക്തിയെ ഞാൻ ഇനിയും എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ടതുണ്ടോ, എനിക്ക് നല്ലതാണോ, ഇവരുടെ ഇന്റൻഷൻ എന്താണ് എന്നെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കാം. അപ്പൊ ആ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ ഇവർ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകുന്നു. അതനുസരിച്ച് ചില ബന്ധങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായിട്ട് അവരെ ഉപേക്ഷിച്ച്, ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ അവരെ പണ്ടത്തെ പോലെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഉപേക്ഷിച്ച് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ചില ബന്ധങ്ങളിൽ രണ്ടാമതൊരു അവസരം നിങ്ങൾ നൽകുന്നതായിട്ടും കാണുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ, ഓക്കെ, ഈ അവസാനങ്ങളായിക്കോട്ടെ പുതിയ തുടക്കങ്ങളായിക്കോട്ടെ രണ്ടാമതൊരു അവസരം നൽകുന്നതായിക്കോട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഫുൾഫിൽമെന്റ് തരുന്നതായിട്ട് കാണുന്നു. മനസ്സിനൊരു സംതൃപ്തി തരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. ഓക്കെ, സംഭവിക്കുക. ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം ഒരു സംതൃപ്തി കിട്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി തരുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, അത് ശരിയായ തീരുമാനങ്ങളായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാകുക. ഓക്കെ, കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു, കൂടുതൽ മനസ്സമാധാനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു, കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബന്ധങ്ങളിലൊക്കെ കൂടുതൽ സ്നേഹവും കെയറും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ അവസാനിപ്പിച്ചോ ആരൊക്കെ ചേർത്ത് നിർത്തിയോ അതൊക്കെ ശരിയായ തീരുമാനമായിരുന്നു എന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും പിന്നെ അങ്ങോട്ട് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളെ ഈ ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ഫുൾ മൂൺ എനർജി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവായിട്ടും നിങ്ങളുടെ കരിയറിലും റിലേഷൻഷിപ്പിലും ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കിയത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നൽകുന്ന പേഴ്സണൽ ടാലോ റീഡിംഗ് സർവീസസിന്റെ ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിൽ പൊതുവായിട്ട് ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Clarify the 5 of Wands. Clarify the Magician.
ഓക്കെ. അണ്ടർലൈങ് എനർജി 4 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ സക്സസ് എനർജിയാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ പറയുക, പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ഉണ്ടെന്ന് കാണുന്നു. അതിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്തു കടക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് മുഴുവൻ പുറത്തു കടക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ ക്ഷമയോടെ അതിനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആ ഒരു കാര്യങ്ങളിൽ ആ ചാലഞ്ചസ് എന്തൊക്കെയാണോ അതില് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങൾ ആ ചാലഞ്ചസിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ വേറൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് പാരലി, അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, ഫൈറ്റ്സ് ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. പൊതുവെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്ന് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ധൃതി വെച്ചൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ. സമയമെടുത്ത ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ എനർജി ഫോക്കസ് ചെയ്യുന്നത്, എന്തൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിന്റെ യാഥാർത്ഥ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി വളരെ സ്ട്രോങ് ആവുമെന്ന് പറയുമ്പോൾ അത് എന്താ പറയാ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എഫക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെ നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യുന്നു, ഏത് തരത്തിലുള്ള ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. അപ്പൊ അതൊന്ന് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഓക്കെ. നിങ്ങളുടെ എനർജി എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ തോട്ട്സ് ഏത് തരത്തിലുള്ള തോട്ട്സ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ മാക്സിമം ഇതുപോലെ എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു സന്ദർഭത്തിനെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം. ഓപ്പൺ ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ. ഊഹങ്ങളൊന്നും ആവശ്യമില്ല. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണം. ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2ന്റെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി അവരെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അവരുടെ കരിയറിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓക്കെ. Clarify the King of Swords. Clarify the Empress. കരിയറിൽ കൂടുതൽ എന്താ പറയണ്ടത്, നിങ്ങൾ ഇതുവരെയും വർക്ക് ചെയ്തതിന്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അഗൈൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഈസിലി എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അഗൈൻ ഒരു മാനിഫെസ്റ്റർ എനർജി, മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നതോടുകൂടെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ അത് വളരെ ഈസിലി നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ട്. സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ട്രാൻസ്പാരന്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഏതൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴും അതിന് കൃത്യമായൊരു പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒരു വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന് കാണുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ ഈ പറയേണ്ട പോലെ നോ പറയേണ്ടത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങളെ നോ പറയേണ്ട സമയങ്ങളിൽ നോ പറയാൻ നിങ്ങൾ മടി കാണിക്കരുത്. വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ഒരു പവർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പവർ ഉണ്ട്, ആ പവർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറയുന്നു. ഓക്കെ. അത് അവിടെ അത് എന്താ പറയാ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ കാണുന്നുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയിട്ടുള്ളത്, നിങ്ങൾക്ക് ആ പവർ ഉള്ളത് അത് ഉപയോഗിക്കാനാണ്. അത് ശരിയായ രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. പിന്നെ എംപ്രസ് കാർഡ് കാണിക്കുന്ന പോലെ ഒന്നിന്റെയും പിറകെ പോകാതിരിക്കുക. അതായത് ഒരു ചേസിങ് മെന്റാലിറ്റി വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടത്തിയെടുക്കാൻ, നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് കരിയറിൽ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ടൂൾസ്, റിസോഴ്സസ് യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങളിൽ എത്തിക്കും. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വളരെ ആത്മവിശ്വാസത്തോടെ അത് ഉപയോഗിക്കുക. അത് ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഈ പറഞ്ഞ പോലെ വളരെ ഈസിലി നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ, നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇന്ന സമയത്തിനുള്ളിൽ നടക്കണം, ഇന്ന രീതിയിൽ നടക്കണം, അങ്ങനത്തെ ഒരു കൺട്രോളിങ് ടെൻഡൻസി പാടില്ല എന്ന് പറയുന്നു. പ്രസന്റ് മൊമെന്റിലായിരിക്കുക. പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പീരിയൻസസിനെയും അതിൽ ഫോക്കസ് ചെയ്ത് എൻജോയ് ചെയ്യേണ്ട മൊമെന്റ്സിൽ എൻജോയ് ചെയ്ത്, സെലിബ്രേറ്റ് ചെയ്യേണ്ട മൊമെന്റ്സിൽ സെലിബ്രേറ്റ് ചെയ്ത്,
അങ്ങനെ വളരെ ഒരു ഫ്രീ ആയിട്ട് പോവാൻ പറയുന്നു. എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സിറ്റുവേഷനിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാനും ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും സാധിക്കും. കാരണം നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആകുമ്പോൾ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനും അത് വേണ്ട വിധം ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അനാവശ്യ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും കൂടെ നമുക്ക് കാണുന്നുണ്ട്. ഒരു ധൃതിയും വേണ്ട, അതുപോലെ അനാവശ്യമായിട്ടുള്ള ധൃതിയും വേണ്ട. ഓക്കെ, അപ്പോ ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ പോലെ ഒരു ധൃതിയില്ലാതെ അനാവശ്യമായിട്ടൊരു ചേസിങ് ഇല്ലാതെ മുന്നോട്ട് പോവുക. കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ചൊന്ന് നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ എനർജി അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, ഡെസ്പറേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 2ന്റെ ബന്ധങ്ങളിൽ ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക? ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പുകളുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ ടൈം എന്ന് പറയുന്നത് എന്താ പറയുക ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെയാണ് നിങ്ങളുടെ നല്ലതല്ലാത്തത്, ആരൊക്കെ നിങ്ങളെ എന്താ രഹസ്യമായിട്ടോ ഒക്കെ ദ്രോഹിക്കുന്നു, ഓക്കെ, ആർക്കൊക്കെയാണ് നിങ്ങളോട് എന്താ പറയണ്ടേ നിങ്ങളെ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് എല്ലാവരുടെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ശരിയായ മുഖം ഏതൊരു ബന്ധമായിക്കോട്ടെ, സൗഹൃദമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, വിവാഹം പാർട്ട്ണറിന്റെ ആയിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം, കുടുംബ ബന്ധങ്ങളായിരിക്കാം, അതിൽ ഓരോരുത്തരുടെയും ശരിയായ മുഖം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ശരിയായ ഇന്റൻഷൻ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഓക്കെ, കുറച്ച് ഒറ്റപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതൊക്കെ നല്ലതല്ലാത്ത ആളുകളുണ്ടോ, അതായത് നിങ്ങളോട് നല്ല ഉദ്ദേശമില്ലാത്ത ആളുകൾ ആരൊക്കെയാണോ അവരെയൊക്കെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓവർ തിങ്കിങ് വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, ആൻഷ്യസ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈശ്വരൻ മുന്നിൽ കാണിച്ചു തരുമ്പോൾ പിന്നെ അതിന് വേറൊരു എക്സ്പ്ലനേഷൻ കണ്ടെത്താനോ അല്ലെങ്കിൽ വേറൊരു കൺഫർമേഷനോ ഒന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ മുന്നിൽ ഒരാള് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് കാണിച്ചു തരികയാണെങ്കിൽ അത് നല്ലതല്ല തന്നെയാണ് അർത്ഥം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളെയാണ് നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങളോട് അവർക്ക് ശരിയായിട്ടുള്ള സ്നേഹമില്ല എന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ആയിരിക്കില്ല, ഇന്ന കാരണം കൊണ്ടായിരിക്കും, അങ്ങനെ നിങ്ങൾ അവർ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തി തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നതിന്റെ അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ നിന്ന്, അതാണ് എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അതായത് ഇന്ന കാരണം കൊണ്ടാ അവരത് അങ്ങനെ ചെയ്തത്, ഇന്ന റീസൺ കൊണ്ടാണ്. അങ്ങനെ ആ ബന്ധത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പാടില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഈ പറയുന്ന നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുന്നു അത്രത്തോളം നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി പോകും. ജീവിതത്തിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവില്ല. ഓക്കെ, ചെറിയ ചെറിയ പുരോഗതി ഉണ്ടാക്കി, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫിൽ ഒരു എന്താ പറയാ മാറ്റം, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അത് വരണമെങ്കിൽ അതിന്റെ ഒരു സമയമാണ് ഇപ്പോൾ, ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നല്ലതല്ലാത്ത ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നതും നിങ്ങൾ ആരെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നതും. ഓക്കെ, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതനുസരിച്ച് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി. അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. ഓവർ തിങ്കിങ് ഒന്നും ചെയ്യാതെ, ഓക്കെ, ഒരുപാട് ഇമോഷണലി അതിൽ ഇൻവോൾവ് ആകാതെ നിങ്ങളുടെ നല്ലതിനാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. അത് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് അത് നിങ്ങളുടെ നല്ലതിനാണ്, എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ അത്രയും നല്ലതാണല്ലോ, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഞാൻ നൽകുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ഡീറ്റെയിൽസ്, ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം. എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാവുന്നതുമാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നോക്കാം ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തെ പൊതുവായിട്ട് ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഓക്കെ, clarify the King of Wheels. അണ്ടർലൈൻ എനർജി സ്റ്റാർ കാർഡ് ആണ്. ഒരു ഹീലിംഗ് എനർജി കിട്ടുന്നു, എനിക്ക് ബാലൻസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ഗ്രൗണ്ടഡ് ആകുന്നതായിട്ട് കാണുന്നു, സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ലൈഫിൽ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജീവിതം നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് നിങ്ങൾ കുറെ അനുഗ്രഹങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. ആ ഒരു എംപ്രസ് എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതിന്റെ എല്ലാ ഒരു എന്താ പറയാ സാധ്യതയും കാണുന്നു. അപ്പൊ ആ ഡിവൈൻ ഫെമിനിൻ എനർജി പോലെ അല്ലെങ്കിൽ എംപ്രസിനെ പോലെ എന്താ പറയാ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ഡെസ്പറേഷൻ ഇല്ലാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റാർ കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷയോടെ വളരെയധികം വിശ്വാസത്തോടെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പൊതുവെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിൽ ഈ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിലും കൂടുതൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ലൈഫ് കൂടുതൽ ആസ്വദിക്കുന്നതായിട്ട് കാണുന്നു. കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ്, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധിയും ഒക്കെ നിങ്ങൾ ആകർഷിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്രൂപ്പ് 3യുടെ കരിയറിൽ ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ക്ലാരിഫൈ ദ 8 of Wands. Seven of Wands. Clarify the 7 of Wands. 5 of Wheels. ഓക്കെ, പ്രോഗ്രസ് ആണ് അഗൈൻ കാണുന്നത്. അതായത് നിങ്ങൾക്ക് സ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായതായിട്ട് കാണുന്നു. വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് നിങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. എന്തൊക്കെ തടസ്സം വന്നാലും നിങ്ങളുടെ ലക്ഷ്യത്തിനെ കൈവിടാതെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. ആ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നു. പെട്ടെന്ന് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ചിലപ്പോൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഒരു യാത്ര, റീലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കരിയറിൽ. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിന്റെ ഒരു എൻഡാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ബിഗിനിങ്ങിൽ ഈ ഒരു സ്ട്രഗിൾ കൂടുതലൊന്ന് ഇന്റൻസ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു നിങ്ങൾ എന്താ പറയാ ഓരോ ചലഞ്ച് മറികടക്കുമ്പോൾ ആ ചാലഞ്ചിന്റെ ഒരു കാഠിന്യം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ആ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് കാര്യങ്ങൾ ആ ഒരു തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ഭാഗമായിട്ട് യാത്ര, റീലൊക്കേഷൻ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേറൊരു ജോബിലേക്ക് മാറാൻ സാധ്യത, അല്ലെങ്കിൽ വേറൊരു നാട്ടിലേക്ക് മാറാനൊക്കെ ഒരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. ജോലി ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ യാത്രയും ഒരു റീലൊക്കേഷനും ഒക്കെ ഉണ്ടാകാം. ഒരു സർപ്രൈസ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു മാറ്റം, ഈ ഒരു എന്താ പറയാ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളിങ്ങനെ ഈ സ്ട്രഗിൾസ് ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തെ കൈവിടാതെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്നാണ് ഷിഫ്റ്റ് ഉണ്ടാവണേ. നിങ്ങൾ തന്നെ സർപ്രൈസ്ഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 3യുടെ ബന്ധങ്ങളിൽ ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ എനർജി എങ്ങനെയാണ് ബാധിക്കുന്നത്? ബന്ധങ്ങൾ കൂടുതൽ മികച്ചതാക്കുന്നതിന് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഇത്രയാണ് പറയുന്നത്. നിങ്ങളുടെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. അത് ഏതൊരു ബന്ധത്തിലും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഫോളോ ചെയ്യുക. യൂണിവേഴ്സിനോടാണ് നിങ്ങളിവിടെ ക്ലാരിറ്റി ചോദിക്കേണ്ടത്. നിങ്ങൾ സ്വയം മെനഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല.
സ്വയം കാട് കയറി ചിന്തിച്ച് നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ വരേണ്ട ആവശ്യമില്ല. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ സ്വയം അങ്ങനെയാവും ഉദ്ദേശിച്ചത്, എങ്ങനെയാവും ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നൊക്കെ ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, എനിക്ക് ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി വേണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ ഒഴിവാക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി കൂടുതലുള്ള ഒരാളാണ്, എന്തിനേയും ഏതിനേയും കാടുകയറി ചിന്തിക്കുന്ന ഒരു 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 ടെൻഡൻസി നിങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ എങ്കിൽ അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് ഹീൽ ആകുന്നതിന് വേണ്ടി അവസരങ്ങൾ കിട്ടുന്നുണ്ട് കാണുന്നു. പിന്നെ ഉള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പുകളൊക്കെ മികച്ചതാക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്താലാണ് ഈ റിലേഷൻഷിപ്പ് ഒക്കെ മികച്ചതാകുക എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നുണ്ട്, ക്ലാരിറ്റി കിട്ടുന്നു, അവസരങ്ങൾ വരുന്നു. ആ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഓക്കെ, അതും കൂടെ കാണുന്നുണ്ട്. എല്ലാത്തിനും ഉപരി നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണം. നിങ്ങൾക്ക് ഒരുപാട് സയൻസ് ഓരോ ബന്ധങ്ങളിലും എന്താ പറയുക, യൂണിവേഴ്സിനെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സമയാസമയങ്ങളിൽ ക്ലൂസ് അല്ലെങ്കിൽ സയൻസ് തരുന്നതാണ്. ഓക്കെ, അതിനെ നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയാൻ പാടില്ല. ആ സയൻസ്, ആ കിട്ടുന്ന സയൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ഗട്ട് ഫീലിങ്സ്, നിങ്ങളുടെ ആ കിട്ടുന്ന ഇൻറ്റ്യൂഷൻ, അതിനെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം, അതിനെ പരിഗണിക്കണം. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിന്. ഓക്കെ, ഒരാളെ ശ്രദ്ധിക്കണം, അവരിൽ നിന്നൊരു അകലം പാലിക്കൂ എന്നൊരു സൈന കിട്ടണമെന്ന് വെച്ചാൽ അകലം പാലിക്കന്നെ വേണം. അതെന്റെ വെറുതെയുള്ള ചിന്തയാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളൊരു അവസരം കൊടുക്കരുത്. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി എന്നൊക്കെ പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ഓക്കെ, ആ ക്ലാരിറ്റി കിട്ടാതെ നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ നിങ്ങൾ അറിയാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഭാഗം, അത് നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷനിലൂടെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ എക്സ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല, പക്ഷേ ഒരു ഇൻറ്റ്യൂട്ടീവ് മെത്തേഡിലൂടെ, ഇൻറ്റ്യൂട്ടീവ് മെസ്സേജിന്റെ രൂപത്തിലാണ് നിങ്ങൾക്ക് ആ സത്യം എന്താണെന്ന് അറിയിച്ചു തരുന്നത്. അത് അങ്ങനെ ലഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ വിശ്വസിക്കണം. കാരണം കൃത്യമായ സൈൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും, ഇതാണ് സത്യം എന്നുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് എന്താണോ അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, ആ സത്യമാണ് നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ആ സമയത്ത്. നിങ്ങളുടെ ബോഡി റിയാക്ട് ചെയ്യുന്ന രീതി, പിന്നെ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് കിട്ടുന്ന ചില സയൻസ്, ഏഞ്ചൽ നമ്പേഴ്സിന്റെ ഒക്കെ രൂപത്തിൽ, അത് നിങ്ങളുടെ മനസ്സിൽ വന്ന ഇൻറ്റ്യൂട്ടീവ് തോട്ട് സത്യമാണ്, അത് ശരിയാണ് എന്ന് കൺഫേം ചെയ്യുന്നതായിരിക്കും. അതിനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഈ ഫുൾ മൂൺ പോലെ തന്നെ ലൂണാർ എക്ലിപ്സ് എനർജി നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് തോട്ട്സിനെ ഒട്ടും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നൽകുന്ന പേഴ്സണൽ ടാറോ റീഡിംഗ് സർവീസസിന്റെ വിവരങ്ങളും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.